ഐ മീൻ ആക്സിഡന്റൽ സി എ എടുക്കണം എന്നോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്നോ ഉള്ള ഒരു വിഷനോട് കൂടി എടുത്തതല്ല. ഇഷ്ടംമാതിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് കോമേഴ്സ്. GST പഠിപ്പിക്കും കോളേജിൽ, പക്ഷെ GST ഫയലിംഗ് കോളേജിൽ പഠിപ്പിക്കും. ടാലി എന്താണെന്നുള്ള ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കും, പക്ഷെ ടാലിയിൽ വർക്ക് ചെയ്ത് പഠിക്കണം. ഈ പറയുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയാലും ഒരു ഇന്റർവ്യൂ കോൾ കിട്ടാൻ വേണ്ടി മാത്രമേ സഹായിക്കുള്ളൂ, ജോലി കിട്ടാൻ സഹായിക്കില്ല. ബികോം കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡന്റ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഒരു പബ്ലിക് അസംഷനാണ്. എൻട്രി കൊമേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷബീബ് ഖാൻ എന്നാണ്, ഞാൻ അക്കാഡമിക് ഹെഡാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഒരു വിശിഷ്ടാതിഥിയാണ്, ശ്രീ രാജീവ് രാംനാഥ് സർ. വെൽക്കം സർ. ഹായ് ഷബീബ്. താങ്ക് യു. 2009 CA പാസ്സായി, കഴിഞ്ഞ 15 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് സർ. അതോടൊപ്പം അക്കാഡമിഷ്യനും കൂടിയാണ്. CA CMA പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഓതറും കൂടിയാണ് അല്ലേ? യെസ്. എന്തുകൊണ്ട് CA എന്നുള്ള ചോദ്യം പലതവണ ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ട് CA എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ ഹാവ് ടു കൺഫെസ് ദാറ്റ് ഐ മീൻ ആക്സിഡൻ്റൽ CA. ഒരിക്കലും കോമേഴ്സ് +1 ചൂസ് ചെയ്യുന്ന സമയത്ത് CA എടുക്കണം എന്നോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം എന്നോ ഉള്ള ഒരു വിഷനോട് കൂടി എടുത്തതല്ല. ഇൻഫാക്റ്റ് 10ാം ക്ലാസ്സിൽ വളരെ മാർക്ക് കുറവ് ആയതുകൊണ്ട് കോമേഴ്സ് മാത്രമാണ് എനിക്ക് കിട്ടിയത്. കോമേഴ്സ് കിട്ടിയതാണ്, ഇല്ലാണ്ട് ചൂസ് ചെയ്തതല്ല. പക്ഷെ പിന്നീട് നടന്ന സംഭവങ്ങളിൽ നമ്മൾ +1 +2 നല്ല മാർക്ക് കിട്ടുകയും അപ്പോൾ പല ആളുകളും CA എടുത്തുകൂടെ എന്ന് സജസ്റ്റ് ചെയ്യുകയും പിന്നീട് എടുത്ത ശേഷം അത് എൻജോയ് ചെയ്ത് പഠിക്കുകയും ആൻഡ് ഇവൻച്വലി ഐ ബിക്കേം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. പക്ഷേ ഒരു കാര്യം പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ആക്സിഡൻ്റലായിട്ടാണ് CA ആയതെന്നുണ്ടെങ്കിൽ പോലും 2 വാക്ക് ഇതിൽ നിന്ന് തിരിച്ചെടുക്കുകയാണ്. ഒന്ന്, ആക്സിഡൻ്റലി എൻജോയ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ഇത് എങ്ങനെയാണ് മെറ്റായത്? എനിക്ക് ബേസിക്കലി ആസ് എ പേഴ്സൺ 10th വരെ പഠനം ഭയങ്കര പ്രഷറായിരുന്നു. +1 +2 കോമേഴ്സ് ജോയിൻ ചെയ്തതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻജോയ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. എൻജോയ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ്, ടേൺ ഓവർ, ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി തുടങ്ങി. അത് മേ ബി എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഓൺട്രപ്രണോറിയൽ സ്പിരിറ്റ് ഉള്ളതുകൊണ്ടും ഈ ലാഭം നഷ്ടം അതുപോലുള്ള കാര്യങ്ങളോട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ടും അത് കോമേഴ്സിലോട്ട് ഓട്ടോമാറ്റിക്കലി അത് റിഫ്ലക്റ്റ് ആയി തുടങ്ങി. ഇതാണ് മെയിനായിട്ട് എൻജോയ് ചെയ്യാനുള്ള കാരണം. പക്ഷേ എൻജോയ്മെൻ്റാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിച്ചതിന് മൂലകാരണം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. CA ആയില്ലായിരുന്നെങ്കിൽ സാറ് എന്ത് ചൂസ് ചെയ്തേനെ, എവിടെ എത്തിയാനെന്നുള്ള ചിന്തിച്ചിട്ടുണ്ടോ? സംശയമേ ഇല്ല, ഒരു ഓൺട്രപ്രണറായിട്ട് മാറിയിട്ടുണ്ടോ. കൊമേഴ്സ് പഠിച്ച ആൾക്ക് ഒന്നെങ്കിൽ CA അല്ലെങ്കിൽ ഓൺട്രപ്രണർ, അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ഓപ്ഷൻ അല്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് എനിക്ക് പേഴ്സണൽ പ്രിഫറൻസ്, ഞാൻ പറഞ്ഞല്ലോ CA പ്ലാൻ ചെയ്തായതല്ല. ഇന്ന് വളരെ താങ്ക്ഫുള്ളാണ് ഞാൻ CA ആയി എന്നുള്ളത്. പക്ഷേ CA ആയില്ലായിരുന്നെങ്കിൽ ഞാൻ ഓൺട്രപ്രണറായിട്ടാണ് ആയിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യം, അതായത് CA അല്ലെങ്കിൽ ഓൺട്രപ്രണർ മാത്രമാണോ ഓപ്ഷൻ എന്ന് ചോദിക്കുന്നത്, അല്ല. കോമേഴ്സ് മേഖല എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഈ ലോകം എല്ലാവിടെയും വ്യവസായമുണ്ട്. ഈ വ്യവസായമുള്ള അവിടെയൊക്കെ കോമേഴ്സ് പഠിച്ച ആളുകളെ ആവശ്യമുണ്ട്. സോ ഇഷ്ടംമാതിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ് കോമേഴ്സ്. ഇതിൽ തന്നെ നമ്മൾക്ക് പല കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കോമേഴ്സിൽ തന്നെ പ്രൊഫഷണൽ കോഴ്സസ് ചൂസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യക്കകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ CA CMA CS പോലുള്ള ഓപ്ഷൻസാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കകത്തുള്ള കോഴ്സസ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 5 വർഷം മുമ്പ് വരെ കൊമേഴ്സ് സ്റ്റുഡൻസിന് അവെയർ ആയിട്ടിരുന്ന പ്രൊഫഷണൽ കോഴ്സ് ഇത് മാത്രമേ. 5 വർഷം മുമ്പ് നിങ്ങൾ പറഞ്ഞത് മാതിരി CA CMA CS ആണ് കൂടുതൽ അവെയർ ആയിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈവൻ ഫോറിൻ കോഴ്സസ് ലൈക്ക് ACCA, CMA US, CPA ഓസ്ട്രേലിയ ഓർ CFA US, ഇതുമാതിരിയുള്ള കോഴ്സസിനെ കുറിച്ച് ജനങ്ങൾ അവെയറുമാണ്. ഇപ്പോൾ ഇവിടെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിളുമാണ് ഇവിടെ. പക്ഷേ അത് മാത്രമല്ല, ഇത് ഒരു ചെറിയ വിഭാഗം ആളുകൾ മാത്രം ചൂസ് ചെയ്യുന്ന കോഴ്സസാണ്. ഇത് കൂടാതെ ഇഷ്ടംമാതിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് സർട്ടിഫൈഡ് ഇൻറ്റേർണൽ ഓഡിറ്റർ ആവാൻ പറ്റും, ഫോറൻസിക് അക്കൗണ്ടിങ് ഉണ്ട്, ആക്ച്വറിയൽ സർവീസസ് ഉണ്ട്. ഇതൊന്നുമല്ലാതെ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കോമേഴ്സ് പഠിച്ച ശേഷം അവർ നേരിട്ട് പോകുന്നത് അക്കൗണ്ടിങ് ഫീൽഡിലേക്കാണ്. സോ അതൊരു വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് ഇന്ത്യക്കകത്തും പുറത്തും ഉള്ളത്. അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അക്കൗണ്ടൻ്റ് ആയിട്ടാണോ അതോ മറ്റേതെങ്കിലും റോളിലാണോ പോവുക? അല്ല, മോസ്റ്റ്ലി അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള റോളിലാണ് പോവുക തുടക്കത്തിൽ. പക്ഷേ ഗ്രാജ്വലി അവർ അക്കൗണ്ടിങ് ഫീൽഡിൽ നിന്ന് ഒന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ഒരു ഫിനാൻഷ്യൽ മാനേജർ എന്ന നിലയിലേക്ക് അവരെത്താൻ
സാധ്യതയുണ്ട്. ഒരു മാനേജർ റോളിലേക്ക് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ ടീമിൽ ഈ പറയുന്ന അക്കൗണ്ടൻസ്, ടാക്സും ഓഡിറ്റും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എന്തൊക്കെ സ്കിൽസാണ് സാറ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്കിൽസ് ഉണ്ടെങ്കിൽ സാറിൻ്റെ ടീമിൽ സാർ അവരെടുക്കും? ഓക്കെ, സ്പെസിഫിക് ആയിട്ട് എൻ്റെ ടീമിൽ ആരെ എടുക്കും എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ ഓഫീസിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റ് എന്ന് പറയുന്നത്, അവർക്ക് തീർച്ചയായിട്ടും അക്കൗണ്ടിങ് നല്ലപോലെ അറിഞ്ഞിരിക്കണം, കോൺസെപ്ച്വലി നല്ലപോലെ അറിഞ്ഞിരിക്കണം. അതുകൂടാതെ ടാക്സേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ GSTയും ഇൻകം ടാക്സുമാണ് പ്രധാനപ്പെട്ട 2 ടാക്സേഷൻ. ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. പിന്നെ ജനറൽ ബിസിനസ് ലോ ലൈക്ക് കോർപ്പറേറ്റ് ലോ, പാർട്ട്ണർഷിപ്പ് ആക്ട്, LLP ആക്ട്, ലേബർ ലോ, ഇതുപോലുള്ള കാര്യങ്ങൾ അവർ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഇൻ ടേംസ് ഓഫ് നോളജ്. ഈ നോളജ് കൂടാതെ അവർക്ക് അത്യാവശ്യം വേണ്ട സ്കിൽ എന്ന് പറയുന്നത്, അവർക്ക് ടെക് സ്കിൽസ് എന്ന് പറയുന്നത് വലിയ ടെക് സ്കിൽസ് അല്ല, അവർക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് MS ഓഫീസ്, എക്സൽ, വേർഡ് പോലുള്ള ഡോക്യുമെൻറ്റ്സ് അവർക്ക് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ലൈക്ക് ഒരു ടാലി അല്ലെങ്കിൽ സോഹോ, അതുപോലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കൂടെ അവർക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഐ തിങ്ക് ദറ്റ് ഈസ് എ ഗുഡ് സ്കിൽ സെറ്റ് ടു ബി എംപ്ലോയബിൾ ഇൻ എ CA ഓഫീസ് ഓർ പെർഫോമിംഗ് അക്കൗണ്ടൻ്റ് ആവാനുള്ള നല്ലൊരു സ്കിൽ സെറ്റാണിത്. ഇത് പറയുമ്പോൾ വളരെ എളുപ്പമാണെങ്കിൽ പോലും ഇത് വളരെ റെയറായിട്ടാണ് ഇതെല്ലാത്തിനെക്കുറിച്ചും നല്ല അറിവുള്ള ആളുകളെ കിട്ടാറുള്ളത്. അതാണ് ഏറ്റവും വലിയ ഒരു ചാലഞ്ച്. ഈ പറയുന്ന സ്കിൽ സെറ്റ് എല്ലാം ഉള്ള ഒരാൾ ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങി നിന്നാൽ, എനിക്കറിയില്ല, കാരണം ജോബ് മാർക്കറ്റിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ 1000 ആപ്ലിക്കേഷൻസ് വരും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്താണ് അതിൻ്റെ ഒരു റിയാലിറ്റി? അല്ല, കോമേഴ്സ് മേഖലയിൽ ആ പ്രശ്നമില്ല. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇന്നലെ ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഒരു സ്റ്റേറ്റിൽ ഒരു 500 വേക്കൻസീസ് ഉള്ള ഒരു ഗവൺമെൻറ് ജോബിന് 28 ലക്ഷം ആളുകളാണ് ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. ആ ജോലി അപേക്ഷിച്ച ആളുകളിൽ PhD ഹോൾഡേഴ്സ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, MBAs ഉണ്ട്. സിവിൽ സർവീസ് പരീക്ഷ പോലും കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും ആളുകളാണ് വന്നിരിക്കുന്നത്. പക്ഷേ കോമേഴ്സ് മേഖലയിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ഒരു ആർട്ടിക്കിളോ മറ്റേ വായിച്ച് പറയുന്നതല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണ്. എനിക്കൊരു 500 to 800 ആളുകളുടെ ഒരു ക്ലയൻറ്റ് ബേസ് ഉണ്ട്. മോസ്റ്റ്ലി SMEs ആണ്. എൻ്റെ ക്ലയൻറ്റ് ബേസ് മോസ്റ്റ്ലി സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ്. ഇവരിലെല്ലാവരിലും കോമേഴ്സ് പഠിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കിൽ സെറ്റുള്ള ആളുകളുടെ ഒരു ഷോർട്ടേജ് ഉണ്ട്. പലപ്പോഴും ഇവർ അക്കൗണ്ടൻസിന് വേണ്ടി, ഞാനൊരു സ്ഥാപനം നടത്തുന്ന ആളായതുകൊണ്ടും എന്നെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. ഞാൻ ഒരുപാട് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, വേക്കൻസി ഡെഫിനറ്റ്ലി ഈസ് ദർ. ഓൺലി തിങ് ഈസ് സപ്ലൈ ഷോർട്ടേജ് ഉണ്ട്. സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ. എക്സാക്ട്ലി. അതായത് സപ്ലൈ ഷോർട്ടേജ് എന്ന് പറയുമ്പോൾ ആളുകളില്ല എന്നുള്ളതല്ല പറയുന്നത്, ഈ കാര്യങ്ങൾ അറിയുന്ന ആളുകളില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം. സാറ് ക്ലയൻസിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂസ് എടുക്കലുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തായിരിക്കും ഒരാളോട് ഒരു കുറേ അക്കൗണ്ടിങ് ആസ്പിരൻസ് കാണുന്ന ഒരു ചാനലും വീഡിയോ ഒക്കെയാണിത്. അപ്പോൾ എന്തായിരിക്കും സാർ അവരോട് ആദ്യം ചോദിക്കുക? കാരണം ഈ സ്കിൽസ്, കുറച്ചധികം സ്കിൽസ് പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൽ എന്തൊക്കെ ചോദ്യങ്ങൾ കൊണ്ടായിരിക്കും സാറ് അവരുടെ ഡേറ്റ എടുക്കാൻ ശ്രമിക്കുക? കാരണം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കുറച്ച് ചോദ്യങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അത് ശരിക്കും ഒരു അക്കൗണ്ടിങ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന, ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നതോ ഇല്ല ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളോ ആയ ആളുകൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞാൻ ചോദിക്കുന്ന മാതിരി തന്നെ ആയിരിക്കണം എന്നില്ല എല്ലാവരുടെയും ചോദ്യം. ഞാൻ കുറേ കൂടെ ലിബറലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഒരു മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് ഫിൽറ്ററിംഗ് ആണ് ചെയ്യുക. കാരണം വരുന്ന ആളുകളുടെ അടുത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചോദിക്കുന്നത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങും ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അതിൽ അവർ ഒരു 8 മുതൽ 10 ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ 5-ലധികം ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മാത്രമേ ഞാൻ അടുത്ത ലെവൽ ഓഫ് ക്വസ്റ്റ്യനിങ്ങിലേക്ക് പോകാറുള്ളൂ. സോ ഞാൻ ആ ഫസ്റ്റ് ലെവൽ മാത്രമാണെങ്കിൽ പറയാം. ഫസ്റ്റ് ലെവൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് 10 ചോദ്യങ്ങളിലാണ്. അവിടെ നിന്നാണ് ആൾ ഇന്നാണോ ഔട്ടാണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പോഴും ഇന്നാണോ ഔട്ടാണോ എന്നുള്ളതല്ല, അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത്, ഔട്ടാവുന്നത് ആ ഫസ്റ്റ് ലെവൽ ചോദ്യങ്ങളിലാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം, ചോദിക്കാറുള്ള ചോദ്യങ്ങളെക്കുറിച്ച് പറയാം. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയലിൻ്റെ ജേർണൽ എൻട്രി പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ
+1 കോമേഴ്സിൽ +1 പഠിക്കുന്ന കാര്യം ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കൺഫ്യൂസിങ് ആണ്. കൺഫ്യൂസിംഗ് ഒന്നും അല്ല. ഒരുപക്ഷെ നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കാത്ത കൊണ്ട് ഉള്ള കൺഫ്യൂഷൻ ആയിരിക്കും. ഈ മേഖലയിലുള്ള ഒരാൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ പഠിച്ചു 10th +2 പാസ്സായി പറഞ്ഞാൽ ABCD അറിയോ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ അറിയണ്ടേ? ABCD അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അക്കൗണ്ടിങ്ങിൻ്റെ ABCD പെട്ടാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ABCDയിൽ പെട്ട കാര്യമാണ് ഈ പറയുന്ന ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. ഈ ചോദ്യത്തിന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഇന്നത്തെ ഗ്രാജുവേറ്റ്സിൽ ഭൂരിഭാഗം ആളുകളും കറക്റ്റായിട്ടുള്ള ആൻസർ പറയില്ല. ഇനി 1-2 ആൾക്കാർ പറഞ്ഞാൽ പോലും ഒരുപാട് ആലോചിച്ചിട്ടാണ് പറയുക. ഇത് ശരിക്കും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. ഒരു ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഫോർമുല എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സിൽ പഠിച്ച ഡിഗ്രിയിൽ ഇപ്പോൾ എല്ലാ ഡിഗ്രി BCom കോഴ്സിലും ഇൻകം ടാക്സ് ഉണ്ട്. ഞാൻ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ആകെ ചോദിക്കുന്നത് ഇൻകം ടാക്സിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഈ 5 ഹെഡ്സിൻ്റെ പേര് പറഞ്ഞാൽ പറയാൻ പറ്റാത്തതാണ് കൂടുതൽ ആളുകൾ. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ലെവൽ ഓഫ് ചോദ്യങ്ങളിലേക്ക് പോകുന്നതിൽ യാതൊരു കാര്യമില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്രയുമെങ്കിലും അറിഞ്ഞാൽ മാത്രമേ പാസ്സായി വിടുന്നുള്ളൂ എന്നുള്ള ഒരു ഇതില്ല. സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു സ്കിൽ ഷോർട്ടേജും നോളജ് ഷോർട്ടേജും ഡെഫിനറ്റായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഇപ്പോൾ 4 വർഷമാക്കി 4 വർഷമാക്കി 2 വർഷം +2 പഠിച്ചിട്ടുണ്ട്. 5 വർഷം പഠിച്ചിട്ടും ബേസിക് കാര്യങ്ങൾ ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ മേ ബി സിസ്റ്റത്തിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന പ്രശ്നമാവാം. അതെ ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികളെ സൃഷ്ടിക്കുന്നതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇത് ഒരു കുട്ടിയോ 2 കുട്ടിയോ ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ പ്രശ്നമാണ്. വരുന്ന ഭൂരിഭാഗം ആളുകളും ഉത്തരം പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം കുട്ടിയുടെ അല്ല, ആ സിസ്റ്റത്തിൻ്റെയാണ്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയല്ല ആക്ച്വലി. കാരണം സ്കിൽഡ് ആയ ഒരു ജോബ് മാർക്കറ്റിന് ആവശ്യമുണ്ട്. ജോബ് മാർക്കറ്റിൽ കുറേ കൊമേഴ്സുകാരുണ്ടെങ്കിലും ഇൻഡസ്ട്രി ഫിറ്റ് ആയിട്ടുള്ള, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഇൻഡസ്ട്രി ഫിറ്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇല്ല എന്നാണ് സാർ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ സ്കിൽസ് ആണെന്ന് കൃത്യമായിട്ട് ഒരു സ്റ്റുഡൻറ്റിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ആൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ടാപ്പ് ചെയ്യാൻ പറ്റുന്നല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇത് വളരെ ഈസിയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് എന്ന് പറയും. ഓക്കെ, വളരെ എളുപ്പം പറിക്കാൻ പറ്റുന്ന പഴങ്ങളുടെ കാര്യമാണ് ഈ ലോ ഹാങ്ങിങ് ഫ്രൂട്ടാണ് ഞാൻ ഈ പറയുന്നതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഏതൊരാൾക്കും അത്യാവശ്യം ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇറ്റ് ഈസ് എ മാറ്റർ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമായിട്ട് പറയും, സിസ്റ്റത്തിലൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ആ സിസ്റ്റത്തിലൂടെ പഠിച്ചു വരുന്ന ചില കുട്ടികൾക്ക് ഈ കഴിവുകളുണ്ട്, കിട്ടുന്നുണ്ട്. അത് പ്യുവർലി ബിക്കോസ് ഓഫ് ആ കുട്ടിയുടെ ആത്മാർത്ഥതയും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു വിഷനും വെച്ചുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഡിഗ്രി പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പാണ്, അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന എക്സാം പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് കിട്ടും. അതായത് ഒരു ഗൈഡ് മാതിരി ഒരു സംഭവമാണ്. ഒരാഴ്ച മുമ്പാണ് പഠിക്കുന്നത്. ഇല്ലാതെ ഞാൻ ആ ഒരു വർഷം മുഴുവൻ പഠിക്കുന്നതിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ഞാൻ ഡിഗ്രി പഠിക്കുന്നതിൻ്റെ ഒപ്പം CA പഠിച്ചു. CA ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു കുറവില്ല. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ തന്നെ CA പഠിക്കാത്ത പല ആളുകളും അവരും എന്നെ മാതിരി തന്നെ എക്സാമിന് ഒരാഴ്ച മുമ്പ് പഠിച്ചിട്ട് എക്സാമിന് പാസ്സാവാൻ വേണ്ടിയിട്ട് മാത്രം പഠിക്കുകയാണ്. അതല്ലാതെ കൺസെപ്റ്റ് പോലും കിട്ടുന്നുണ്ടാവില്ല, പഠിക്കണമെന്ന് പോലും ഇല്ല. ക്ലാസ്സിൽ കൃത്യമായിട്ട് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വിഷ്വലൈസ് ചെയ്ത് പഠിച്ചാൽ തന്നെ അവർക്ക് ഡിഗ്രിയിൽ തന്നെ ഒരു നല്ല നോളേജ് ബേസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഡിഗ്രിയിൽ സാർ ആദ്യം പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയേക്കും മേ ബി. അതെ, ഒരു പക്ഷേ ഉത്തരം പറയാൻ പറ്റും. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഡിഗ്രിയിൽ ഇനി ഇതൊക്കെ പറഞ്ഞാലും അവിടെ സ്കില്ലിങ്ങിന് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. നോളേജ് ബിൽഡിങ്ങിന് ഡിഗ്രിയിലുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അതാവുന്നില്ല. പക്ഷേ സ്കില്ലിങ്ങിന് ഓപ്പർച്യൂണിറ്റിയേ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഇന്ത്യയിലുള്ള കോളേജുകളിൽ പഠിപ്പിക്കുന്ന മിക്ക അധ്യാപകരും അവർക്ക് പ്രാക്ടിക്കലി എന്താ സംഭവിക്കുന്നതെന്നുള്ളത് അറിയുന്നില്ല. അവർ പ്യുവർ അക്കാഡമീഷ്യൻസാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, അത് അവരുടെ ജോലിയാണ്. അതായത് അക്കാഡമിയും ഇൻഡസ്ട്രിയും തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ഇത് ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഈ നോളേജ് ഗ്യാപ്പ് എന്ന് പറയണ്ടല്ലോ, ഇത് പഠിക്കണം. ഇത് പഠിച്ച ശേഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ GST പഠിപ്പിക്കും കോളേജിൽ, പക്ഷേ GST ഫയലിംഗ് കോളേജിൽ പഠിപ്പിക്കില്ല. ഓക്കെ, ടാലി എന്താണെന്നുള്ള ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കും, പക്ഷേ ടാലിയിൽ വർക്ക് ചെയ്ത് പഠിക്കണം. ഇതൊന്നും തന്നെ ഈ പറയുന്ന കോളേജ് ഡിഗ്രിയിൽ നിലവിലുള്ള സിസ്റ്റത്തിൽ കിട്ടില്ല. ചില കോളേജുകളിൽ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം. ചില കോളേജുകളിൽ 1 ആഴ്ചത്തെ 2 ആഴ്ചത്തെ ഇൻറ്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്
അതൊരു വെറും കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരാഴ്ചത്തെ 2 ആഴ്ചയിലൊന്നും ഇവർക്കൊന്നും പ്രത്യേകിച്ച് പഠിക്കാൻ പറ്റില്ല. ഇൻഫാക്റ്റ് മിക്ക ആളുകളും ഇൻറ്റേൺഷിപ്പിൻ്റെ പേപ്പർ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് പതിവ്. സാറ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു സംശയമുള്ളത്. അതായത് ഡിഗ്രിക്ക് ശേഷം നമ്മൾ സ്കിൽ ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണോ അതോ PG പഠിക്കണോ? അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. ഇതൊക്കെ ഇനി AI കാലത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, ഇതിൽ 2 കാര്യങ്ങളാണ്, രണ്ടും പ്രസക്തിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ ആൻസർ ചെയ്യാം. AI ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് അഡ്രസ്സ് ചെയ്യാം. ഓക്കെ, ആദ്യം നിങ്ങൾ ചോദിച്ചത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ സ്കില്ലിംഗ് കോഴ്സസ് വല്ലതും പഠിക്കണോ വേണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്നോട് കരിയർ അഡ്വൈസിന് വരുന്നവരോടൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 2 സ്റ്റുഡൻറ്റ് നമുക്ക് എടുക്കാം. ഒരു സ്റ്റുഡൻറ്റ് ഡിഗ്രി പഠിക്കുന്നു. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ഡിഗ്രി പഠിച്ച കൊണ്ട്, അതായത് 2 വർഷത്തെ +2, 4 വർഷത്തെ ഡിഗ്രി, 6 വർഷം പഠിച്ചിട്ടും പലപ്പോഴും ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റോ നോളേജോ അവർക്ക് ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 വർഷം MCOM-നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് മറ്റൊരു സ്ഥലത്ത് ഡിഗ്രി ഒരു ബേസിക് ബെയർ മിനിമം ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. ആ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് 2 years ഫോർ എ PG അവർ ഒരു സ്കിൽ കോഴ്സും പഠിച്ച് ബാക്കിയുള്ള സമയം എക്സ്പീരിയൻസും ഗെയിൻ ചെയ്താൽ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഗെയിൻ ചെയ്താൽ, അപ്പോൾ ഇതേ 2 വർഷം കഴിയുന്ന സമയത്ത് ഒരു സ്ഥലത്ത് MCOM പഠിച്ച ഒരു സ്റ്റുഡൻറ്റും മറ്റൊരു സ്ഥലത്ത് ഒരു 5-6 മാസം സ്കില്ലിംഗ് ഗെയിൻ ചെയ്യാനും പിന്നീട് ഒരു 1.5 വർഷത്തെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനും നിന്നാൽ ഐ ക്യാൻ ടെൽ യു ഈ രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് വിൽ ബി ഫാർ സോട്ട് ആഫ്റ്റർ ഇൻ ദ മാർക്കറ്റ് ദാൻ ദ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. ആരായിരിക്കും മോർ ഏൺ ചെയ്യാം? തീർച്ചയായിട്ടും രണ്ടാമത്തെ ആൾ. PG-യും ഇതും തമ്മിൽ കമ്പയർ ചെയ്തില്ല. കാരണം ഈ പറയുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയാലും അല്ലെങ്കിൽ ഏത് സർട്ടിഫിക്കറ്റ് ആയാലും ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടാൻ വേണ്ടി മാത്രമേ സഹായിക്കുള്ളൂ, ജോലി കിട്ടാൻ സഹായിക്കില്ല. ഇൻ്റർവ്യൂവിൽ ഒരാളോട് സംസാരിച്ചാൽ വ്യക്തമായിട്ട് അറിയാം അയാൾക്ക് കാര്യങ്ങൾ അറിയോ ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഏതൊരു ആൾക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഭവമുള്ളൂ. ഇവർ ഞാൻ ഈ പറഞ്ഞ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ വ്യത്യാസങ്ങളാണ് അറിയുക. ആൻഡ് ഓട്ടോമാറ്റിക്കലി ഇത് വേണമെങ്കിൽ എനിക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10 times ബെറ്റർ ചാൻസ് ദാറ്റ് ഈ സ്കില്ലിങ്ങും എക്സ്പീരിയൻസും ഗെയിൻ ചെയ്ത ആൾ 10 times ബെറ്റർ ചാൻസ് ദാൻ സംബഡി ഹു ഫിനിഷ് ദി പോസ്റ്റ് ഗ്രാജുവേഷൻ ടു ഗെറ്റ് എ ഗുഡ് ജോബ് ആൻഡ് കരിയർ എ കരിയർ ഓൾസോ. അതാണ് സംഭവം. നല്ല തുടക്കമാണ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് 2 years ഇൻ എ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇൻവെസ്റ്റ് 2 years ഇൻ ഗെയിനിങ് എക്സ്പീരിയൻസ് ആൻഡ് ഗെറ്റിംഗ് ദ റിക്വസിറ്റ് സ്കിൽ. സാർ നേരത്തെ പറഞ്ഞ പോയിന്റ് ഞാൻ ഒരു അഡീഷൻ പറയട്ടെ. കോളേജിൽ ഡിഗ്രിക്ക് GST പഠിപ്പിക്കുന്നുണ്ട്, ഇൻകം ടാക്സ് പഠിപ്പിക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഇന്ന് അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും അത് സാറൊന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പോൾ എൻട്രിയിലെ കോഴ്സ് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ എൻട്രിയുടെ കോഴ്സ് തന്നെ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അക്കൗണ്ടൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാ മാസവും GSTയുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുക എന്നുള്ളത് ഒരു എക്സാമ്പിൾ മാത്രം. ഇത് വൺ ഓഫ് ദ ടാസ്ക് ആൻ അക്കൗണ്ടൻറ്റ് ഹാസ് ടു ഡു. ഓക്കെ, വൺ ഓഫ് ദ ടാസ്ക്. പക്ഷേ ഈ GST ഫയലിംഗ് അറിയുന്ന ഒരു അക്കൗണ്ടൻറ്റിന് ഇത് അറിയാത്തൊരു അക്കൗണ്ടൻറ്റിനെക്കാട്ടിലും ബെറ്റർ സാലറി നെഗോഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം GST പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന കമ്പനി. എക്സാക്ട്ലി. ഇപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് GST ഫയലിംഗ് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ക്ലയൻസ് ഉണ്ട്. അവർ ഓരോ മാസവും എനിക്ക് തരുന്നത് 5000 മുതൽ 6000 രൂപ വെച്ചിട്ടാണ് തരുന്നത്. സ്റ്റിൽ അവിടെ ഒരു അക്കൗണ്ടന്റ് ഉണ്ടാവും. അവിടെ അക്കൗണ്ടന്റ് ഉണ്ടായിട്ട് പോലും ഇതിനെ ഔട്ട്സോഴ്സ് ചെയ്യും. കാരണം അവർ അക്കൗണ്ടന്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളവർ നമുക്ക് അക്കൗണ്ടന്റ് എന്ന് വിളിക്കണ്ട, മേ ബി ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഈ അക്കൗണ്ടന്റിനെ ഞാൻ GST അല്ലെങ്കിൽ നിങ്ങൾ GST പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, GST ഫയലിംഗ് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം മുതൽ അവരെ ഔട്ട്സോഴ്സിങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ സ്ഥാപനത്തിന് എല്ലാ മാസവും 5,000 to 6,000 rupees സേവിങ്സ് വരും. ഈ 5,000 to 6,000 rupees അഡീഷണൽ സാലറി ആയിട്ട് ഈ അക്കൗണ്ടന്റിന് കൊടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് എങ്ങനെ എന്ന് ചോദിച്ചാൽ സാറിൻ്റെ ഓഫീസിലെ ക്ലയൻസ് സിനാരിയോ ആണ്. അല്ല, സ്വാഭാവികമായിട്ട് വരും. അത് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ. ഓക്കെ, നമ്മളത് പേടിച്ചിട്ട് കാര്യമില്ല. ഇതെന്തായാലും നടക്കേണ്ട സംഭവമാണ്. കാരണം ക്ലയൻസിന് ഹൈ ഇൻകൺവീനിയൻസ് ആണ് ഇതിനെ ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഫേമിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ സ്വന്തം സ്ഥലത്ത് ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോർ ഈസിയർ ഫോർ ദം ആൻഡ് ഇവൻച്വലി ദേ ഹാവ് ടു ഡു ദാറ്റ്. ഓക്കെ, നൗ ഇതെങ്ങനെ പഠിക്കുക എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി എൻട്രിയുടെ തന്നെ BAFC പ്രോഗ്രാമിലൊക്കെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മിറർ
വെബ്സൈറ്റ്സ് ആണ്. മോക്ക് വെബ്സൈറ്റ്, മോക്ക് വെബ്സൈറ്റ്സ്, മിറർ വെബ്സൈറ്റ്, മോക്ക് വെബ്സൈറ്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മോക്ക് വെബ്സൈറ്റ്സിൽ എന്താ ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. GST വെബ്സൈറ്റിൽ GSTയിൽ എങ്ങനെയാണോ ലോഗിൻ ചെയ്ത് റിട്ടേൺസ് ഫയൽ ചെയ്യുക, എക്സാക്ട്ലി അതേപോലെ ഉള്ള മോക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത്, അതേ ഫങ്ഷനാലിറ്റീസ് ഉള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത്, ആ വെബ്സൈറ്റിൽ കയറി ഇവർക്ക് GST ഫയൽ ചെയ്ത് പരിശീലിക്കാൻ, ഒരു ഡമ്മി ഡാറ്റ ഉപയോഗിച്ച് പരിശീലിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. സോ ഇന്നത്തെ കാലത്ത് ടെക്നോളജി വന്നതുകൊണ്ട് തന്നെ എന്തും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് ഫാക്ട്. നമ്മളത് യൂസ് ചെയ്യണമെന്ന് മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഓരോ ഓണ്ടർപ്രണറും സ്വന്തം GST അക്കൗണ്ട് പഠിക്കാൻ ഒരാൾക്ക് കൊടുക്കത്തില്ലല്ലോ, കൊടുക്കില്ല. അപ്പം ഇതാണ് അതിൻ്റെ റൈറ്റ് ഡമ്മി സൊല്യൂഷൻ. ഡാറ്റ വെച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും സംഭവം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, എൻട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടിങ് കോഴ്സിൻ്റെ അഡ്വൈസർ കൂടിയാണ് സാർ. ഈ കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു അതിൻ്റെ ഒരു അപ്രോച്ച് സാർ എടുത്തിരുന്നത്? അതിൻ്റെ ഒരു തോട്ട് എങ്ങനെയായിരുന്നു? കാരണം കുട്ടികൾ ഓൾറെഡി BCom കഴിഞ്ഞ് വരുന്നവരാണ്, അവർ കുറേ പഠിച്ചിട്ടുണ്ടാവും, ഈ കൺസെപ്റ്റ്സുകൾ അല്ലെങ്കിൽ തിയറി പാർട്ട് അവർ കുറേ പഠിച്ചിട്ടുണ്ടാവും, അത് വീണ്ടും പഠിപ്പിക്കുകയാണോ? എന്താണ് അതിൻ്റെ ഒരു അപ്രോച്ച് എന്തായിരുന്നു കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്? ഓക്കെ, ഇതിൽ 2-3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, BCom കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഒരു പബ്ലിക് അസംഷനാണ്. ഞാൻ ആ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്, ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണ്. ഇവർക്ക് ഈവൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞത്. ഇത് ഫസ്റ്റ് തിങ്. ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ഞാൻ ഒരിക്കലും ആ കുട്ടികളെ ബ്ലെയിം ചെയ്യുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ഗുണം എന്ന് വെച്ചാൽ, ആ കുട്ടികൾ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവരെപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് വെച്ചാൽ, BCom കഴിഞ്ഞ് മാസങ്ങളോളം ജോലിക്ക് വേണ്ടി ശ്രമിച്ച് അവസാനം അവരുടെ കോർ ഫീൽഡ് അല്ലാതെ, അത് കോർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് ഫീൽഡ് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ടാർഗറ്റ്സ് ഇല്ല. ഓക്കെ, വെയിലത്ത് ചുറ്റിക്കറങ്ങി നടക്കണ്ട. ഓക്കെ, റെസ്പെക്റ്റബിളാണ്, ഫ്യൂച്ചറുണ്ട്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതൊരു കരിയറാണ്. ഒരു പക്ഷേ ഒരു 23-24 വയസ്സിൽ അക്കൗണ്ടൻ്റായിട്ട് കയറിയ ഒരാൾക്ക് അയാളുടെ ഹെൽത്ത് പെർമിറ്റ് ചെയ്യുന്നത് വരെ ഒരു അക്കൗണ്ടൻ്റായിട്ട് തുടരാൻ സ്കോപ്പുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ളൊരു ഫീൽഡാണ് അക്കൗണ്ടിങ് ഫീൽഡ്. അപ്പോൾ ഇതിൽ അവർക്ക് വേണ്ടത് ഒരു തുടക്കമാണ്. ഓക്കെ, ഒരു ബെറ്റർ എൻട്രിയാണ് അവർക്ക് വേണ്ടത്. അപ്പം നമ്മൾ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്രിഡ്ജ് കോഴ്സാണ്. നിങ്ങൾക്ക് എന്താണോ ഡിഗ്രിയിൽ നഷ്ടപ്പെട്ടത്, ഓക്കെ, എന്താണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ്. അക്കാഡമി ആൻഡ് ഇൻഡസ്ട്രിയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. ഇതിൽ ലക്ഷ്യമിടുന്ന സമയത്ത് തന്നെ ഞാൻ വളരെ ക്ലിയർ ആയിരുന്നൊരു കാര്യം, ഇവരെ ഭയങ്കര ഒരു എക്സ്പേർട്ടാക്കിയിട്ടോ ഒന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. കാരണം ഇവിടെ എക്സ്പേർട്സിൻ്റെ ആവശ്യമില്ല. മിക്ക ആളുകൾക്കും മേ ബി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള കോഴ്സ് പഠിച്ച എക്സ്പേർട്സ് സപ്പോർട്ട് ഓൾറെഡി അവൈലബിൾ ആണ്. ഇവർക്ക് എക്സ്പേർട്സ് അല്ല വേണ്ടത്, ഇവർക്ക് വേണ്ടത് സപ്പോർട്ട് സർവീസാണ്. ആൻഡ് ബിഗിനേഴ്സ്, അതായത് ഫ്രഷേഴ്സിന് എങ്ങനെ ആ സപ്പോർട്ട് സർവീസിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, അതിന് യു ഡോണ്ട് നീഡ് ടു ബി എൻ എക്സ്പേർട്ട്, ബട്ട് യു ഷുഡ് ബി എ ഫുൾ പ്രൂഫ് അക്കൗണ്ടൻറ്റ്. ഫണ്ടമെൻ്റൽ കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ സ്ട്രോങ് ആയാൽ അവരുടെ കരിയറിൽ കിട്ടാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല തുടക്കമാണ്. ആൻഡ് അക്കൗണ്ടിങ് മേഖലയെ സംബന്ധിച്ചവരെ തുടക്കമാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഗം. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൈമറി ഫോക്കസ് വെൻ വി ഡിസൈൻ ദ കോഴ്സ്. ആൻഡ് അതേമാതിരി ഈ കോഴ്സിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ആവശ്യമുള്ള എല്ലാം ഉൾപ്പെടുത്താനും ആവശ്യമില്ലാത്ത ഒരു പാരഗ്രാഫ് പോലും ഇല്ലാണ്ടിരിക്കാനും കൂടെ നമ്മൾ കംപ്ലീറ്റ് ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള എല്ലാം വേണം. എന്നാൽ ആവശ്യമില്ലാതെ കോസ്മെറ്റിക് ആയിട്ടുള്ള, പ്രത്യേകിച്ച് അവർ ഒരിക്കലും ഉപയോഗിക്കാത്ത പല പാർട്സും പറയലുണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ സൈൻ തീറ്റയൊക്കെ അതുപോലത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കി. ഞാൻ ഇൻഫാക്ട് CA പഠിക്കുന്ന സമയത്ത് ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഇൻ്റഗ്രൽ കാൽക്കുലസും പഠിച്ചിട്ടുണ്ട്. അന്ന് പഠിച്ചാൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ ആവശ്യമില്ലാത്ത, ഇൻഡസ്ട്രിക്ക് ആവശ്യമില്ലാത്ത ഒന്നും തന്നെ അതിൽ പഠിപ്പിക്കുന്നില്ല. വളരെ ലീനായിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തത്. ഫാക്കൽറ്റീസിനെ സെലക്ട് ചെയ്യുമ്പോൾ വെച്ചൊരു ക്രൈറ്റീരിയ എന്തായിരുന്നു? അതായത് കോളേജിൽ പഠിപ്പിക്കുന്നവരാണോ ഇൻഡസ്ട്രി ആണോ എന്തായിരുന്നു? ഒരു മിക്സാണ്. ഓക്കെ, ഐ ഹാവ് ടു സേ ദാറ്റ്. പക്ഷേ മെജോറിറ്റി ഓഫ് അവർ ഫാക്കൽറ്റീസ്, സേ ഫോർ എക്സാമ്പിൾ ഫണ്ടമെൻ്റൽസ് ഓഫ് അക്കൗണ്ടിങ് ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൽറ്റിക്ക് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആവശ്യമില്ല. പക്ഷേ ടാക്സേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൽറ്റിക്ക് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. ടാലി ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൽറ്റിക്ക് ഹീ ഷുഡ് ഹാവ് എക്സ്പോഷർ ആക്ച്വലി ഡൂയിങ് ടാലി. പഠിപ്പിച്ച് മാത്രം എക്സ്പോഷർ പോരാ. അപ്പോൾ ഓരോ ടോപ്പിക്കിന് ആരാണ് ഏറ്റവും സ്യൂട്ടബിൾ നോക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ ഫാക്കൽറ്റീസ്, ഇൻഫാക്ട് ഞാനതിൽ ചെറിയൊരു ഭാഗം
സാർ എടുക്കുന്നുണ്ട്. എടുക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ എല്ലാം ഇൻഡസ്ട്രിയിൽ എക്സ്പോഷർ ഉള്ളതും ആക്ച്വലി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് അവിടെ വന്നിട്ട് എടുക്കുന്നത്.